അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ട്രീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവർ രാവിലെ ഉറക്കണിട്ടു, അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ജനലൊക്കെ തുറന്നു. ഇതാണ് എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ജനൽ നമുക്കിനി പതുക്കെ പൈസയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ജനൽ തുറന്ന് നോക്കാം. പുറത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, JCB നിൽക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ ചായ കുടിക്കാം. എനിക്ക് ചായ രാവിലെ മസ്റ്റാണ്. നിങ്ങൾക്കും ചായ രാവിലെ മസ്റ്റ് ആയിരിക്കുമല്ലോ. ചായ കുടിക്കാത്തവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചായ ഒഴിച്ചെടുത്തു. സത്യം പറഞ്ഞാൽ ടംബ്ലർ, നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ, സ്റ്റീൽ ഗ്ലാസ്സിലാണ് കുടിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു കപ്പൊക്കെ എടുത്ത് ഷോ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ റെയിൽവേയിൽ JCB വന്നെന്നറിഞ്ഞാൽ പിന്നെ എന്നെ നോക്കണ്ട. രാവിലെ ഉറക്കൊഴിക്കുന്നു, ആദ്യം പോണത് ഈ JCB കാണാനായിരിക്കും. പിന്നെ കുറച്ച് നേരം അവിടെ ചെന്ന് നിന്ന് ഈ JCBയും ഈ സാധനമൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ കണ്ട് അവിടെ കളിച്ച് കറങ്ങി നിന്നു. കുറേ നേരം അവിടെ നിന്നു. രാവിലെ കാപ്പിടിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ കാപ്പി കുടിക്കുന്നത് തന്നെ റയറാണ് രാവിലെ. അതുകൊണ്ട് വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്ന ദിവസങ്ങളൊന്നും ഇല്ല. ഇനി എപ്പോഴെങ്കിലും ചിക്കനും മട്ടനൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. എന്നാലും ഞാൻ ഇതിൽ ചെറിയൊരു കട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഇതുപോലെ റെയിൽവേയിലായിരുന്നാലും റോഡ് പണിയൊക്കെ നടക്കുമ്പോഴത്തേക്കും അവിടെ ചെന്നൊന്ന് കാണാം. ഇതിപ്പോൾ ദൂരോട്ടാണെങ്കിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നു. കുറച്ച് വൈബാണ്. അപ്പോൾ രാവിലെ ഇന്നലത്തെ പൊറോട്ടയും മട്ടനാണ് ഇന്നലെ അച്ഛൻ, അല്ലെങ്കിൽ എപ്പോഴും ചിക്കനാണോ അച്ഛൻ ഉണ്ടായിരുന്നത്. മട്ടൻ ഉണ്ടായിരുന്നു, മട്ടൻ കഴിച്ചു. അത് നമ്മൾ വാങ്ങിച്ച ഇത് തീർന്നു. നമുക്ക് പോയി ഫ്ലവർ വാങ്ങിച്ചിട്ട് വരാം. നമ്മൾ വാങ്ങിച്ച ഫ്ലവർ കഴിഞ്ഞു, നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം. ഞാൻ കട കാണിച്ചു തരാം. കടയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല, എന്നാലും നോക്കാം. അപ്പോൾ ആ കട കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷേ ഞാൻ കടയിൽ പോയി നമുക്ക് ആവശ്യമുള്ള ഫ്ലവർ വാങ്ങിച്ചു. ചേർക്കുന്ന ഫ്രൂട്ട്സ് കടയിൽ നിന്ന് അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അവിടെ നിന്ന് നേരെ നമ്മുടെ മലക്കറി കടയിലാണ്. എന്നിട്ട് ഞാൻ കയ്യും വീശിപ്പോയാൽ ഞാൻ തിരിച്ചു വരുന്നത് ഈ കോലത്തിലാണ്. എന്നും ഇങ്ങനെയാണ്. കടയിൽ പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുമായിട്ടായിരിക്കും വരണേ. അപ്പോൾ നമ്മളെ കാത്ത് കയ്യിൽ കിറ്റുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കടയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ചായ ആയിരുന്നാലും വെള്ളമായിരുന്നാലും ഇങ്ങനെയാണ് കുടിക്കുന്നത്. എനിക്കങ്ങനെ ഗ്ലാസ് എടുത്ത് വെച്ചൊന്നും കുടിക്കാൻ വയ്യ. വീണ്ടും ഞാൻ പോയി ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെറിയൊരു ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ പണി തുടങ്ങിയതിന് ശേഷം എനിക്കിവിടെ ചെന്ന് കളിച്ച് കറങ്ങി നിൽക്കുന്നത് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് അവിടെ വീണ്ടും കറങ്ങാൻ പോയി. പിന്നെ ഇതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിയാണ്. കാരണം ഇത് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കണ ആ ദിവസം ഇതൊക്കെ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. സോ ഇതൊക്കെ ഒരു മെമ്മറി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇനി നമ്മളെ വീട് വരെ എടുത്തുകൊണ്ട് പോകും റെയിൽവേക്കാർ. അപ്പോൾ ഇതാണ് ഫുള്ളൊരു കറക്കം. ഓർമ്മകളായവർക്കണം എന്നൊക്കെ പറയാം. കാരണം പണ്ട് ഞാൻ കുഞ്ഞിലേ ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ മൊത്തം വീടുകളും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഈ സൈഡ് വന്നിട്ട് റെയിൽവേക്കാരെടുത്തു. ഇനി അപ്പോൾ ട്രെയിനൊക്കെ കുറച്ചും കൂടെ അടുത്ത് കാണാം. പിന്നെ ഉച്ചയായപ്പോൾ ചോറും പൊരിച്ച മീൻ കുടിച്ചു. എന്നിട്ടും ദി സ്റ്റെയിൻ ഈസ് റിമൈനിങ്. ഇതിൻ്റെ കൂടെ ഒരു അപ്ഡേറ്റും കൂടെ ചെയ്യാം. ഞാൻ എടുത്ത വീഡിയോസിൽ രാവിലെ തൊട്ട് ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ സമയം 1:30-2 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ വെള്ളം കുടിച്ചു, ജ്യൂസ് കുടിച്ചു, പിന്നെ ഫുഡ് കഴിച്ചു, ഉച്ചത്തെ ചോറ് കഴിച്ചു. ദെൻ ദ ലിപ്സ്റ്റിക് ഈസ് റിമൈനിങ്. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ പുറത്തിടുകയാണെങ്കിൽ ലാസ്റ്റ് ചെയ്യത്തില്ല, പക്ഷെ അല്ലാതെ ഇടുകയാണെങ്കിൽ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇതൊരു എൻഡിങ് ഇല്ലാത്ത കഥയാണ്. കാരണം നൈറ്റ് ഞാൻ ഫുഡ് ചിലപ്പോൾ കഴിക്കും, കഴിക്കാതിരിക്കും. അന്നത്തെ കാര്യം എനിക്ക് ഓർമ്മയില്ല. കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ചെന്ന് കണ്ടു നോക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ.